ആയില്യം നക്ഷത്രം. അമ്മിക്കല്ലിന്റെ ആകൃതിയിൽ ആകാശത്ത് കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ആയില്യം നക്ഷത്രമായി അറിയപ്പെടുന്നത്. വാക്ചാതുര്യം കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ആയില്യം നക്ഷത്രക്കാർ മറ്റുള്ളവർ നിരാശരായി മടങ്ങുന്ന കാര്യങ്ങളെപ്പോലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിവുള്ളവരാണ്. അന്യരെ അനുകരിച്ച് കാണിക്കുന്നതിലും നർമ്മ സംഭാഷണങ്ങളിലും ഇവർക്ക് മികവ് കൂടുതലായിരിക്കും. ആജ്ഞാശക്തിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ജന്മനാ സിദ്ധമായിട്ടുള്ള ആയില്യ നക്ഷത്രക്കാർ അധികാര സ്ഥാനങ്ങളിൽ എത്തുകയും അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുകയും ചെയ്യും. അത്ര പെട്ടെന്ന് ആരോടും അടുക്കാത്ത ഒരു സ്വഭാവമാണ് ആയില്യ നക്ഷത്രക്കാരുടേത്. നിർബന്ധ ബുദ്ധി അല്പം കൂടുതലായിരിക്കും ഇവർക്ക്. എപ്പോഴും മുഖത്ത് ഗൗരവഭാവം നിഴലിച്ചെന്നും വന്നേക്കും. പിണക്കം തോന്നുന്നവരോട് അകന്നു കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഇവർ ചിലപ്പോൾ ശത്രുക്കളോട് ക്രൂരമായി പെരുമാറിയെന്നും വന്നേക്കും. വിട്ടുവീഴ്ച മനോഭാവം കുറവായിരിക്കുന്ന ഇവർ കർക്കശമായി പറയുകയും ദയയില്ലാതെ പെരുമാറുകയും ചെയ്തെന്നും വന്നേക്കും. ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ മടി കാണിക്കുന്ന ഇവർ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിക്കുകയുള്ളൂ. പക്ഷേ വളരെ അടുപ്പം തോന്നുന്നവരുടെ മുൻപിൽ എല്ലാം തുറന്നു പറയാനും അവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. ധനവും ഭാഗ്യവും ഉള്ളവരായിരിക്കുമെങ്കിലും എപ്പോഴും ആശങ്കയും ഭയവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ധനാഭിവൃദ്ധിക്കായി അത്യധ്വാനം ചെയ്യുന്നവരായിരിക്കും ഇവരെങ്കിൽ കൂടി ആർഭാടങ്ങൾക്കായി അമിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഇവർക്കുണ്ടാകും. നിയന്ത്രണങ്ങളെ ഇഷ്ടപ്പെടാത്ത ഇവർ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവരെ വെറുക്കുകയും ചെയ്തേക്കാം. കോപശീലം കൂടുതലായതിനാൽ പെട്ടെന്ന് ക്ഷോഭിച്ച് സാഹസ പ്രവൃത്തികൾ ചെയ്തെന്നും വന്നേക്കും. മറ്റുള്ളവരെ ചതിക്കണമെന്നുള്ള ദ്രോഹിക്കണമെന്നോ ഉള്ള യാതൊരുവിധ ദുഷ്ടവിചാരവും ഇവർക്ക് ഉണ്ടായിരിക്കില്ലെങ്കിൽ കൂടി മനസ്സറിയാതെയുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ പാത്രീഭൂതരാകും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യവസ്ഥയും ചിട്ടയും പുലർത്തി അതിനെ ധന്യമാക്കി തീർക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ടെങ്കിൽ കൂടി ഇവർ കെട്ടിപ്പടുക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാനുള്ള ഭാഗ്യയോഗം ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. സ്വന്തക്കാരിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ കാര്യമായ പ്രയോജനങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാറില്ല. എന്നു മാത്രമല്ല സ്വൈരക്കേടുകളും വഴക്കും അവരുമായി കൂടെ ഉണ്ടാവുകയും ചെയ്യും. ആയില്യം നക്ഷത്രക്കാർ മിക്കവാറും ഭാഗ്യവാന്മാരും പ്രതാപശാലികളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. എങ്കിൽ കൂടി ക്ഷിപ്രകോപം ഇവരെ വല്ലാത്ത ഒരു വൈഷമ്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. ചിലപ്പോൾ ഇവരുടെ കോപത്തിന് സന്ദർഭത്തെയും പരിസരത്തെയും കൂടി മറന്ന് പ്രവർത്തിക്കാൻ തക്ക കഴിവും ഉണ്ടായിരിക്കും. എന്നാൽ ക്ഷോഭിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഇവരെ വളരെ പ്രശാന്തരായും കാണാവുന്നതാണ്. മനസ്സിന് അസുഖമുണ്ടാക്കുന്നവ സകലതും മറക്കുവാനും അതിൽ നിന്ന് ശ്രദ്ധയെ പിന്തിരിപ്പിക്കുവാനും ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കഴിവ് കൂടുതലായിരിക്കും. അതിനാൽ തന്നെ ഇവർക്ക് അധികം ഇച്ഛാഭംഗങ്ങൾ ഉണ്ടാകാറില്ല. ആയില്യം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 15 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം കുറച്ച് ക്ലേശപ്രദമായിരിക്കും. പല പ്രകാരത്തിലുള്ള വിഷമങ്ങൾ ഈ സമയത്തിൽ അനുഭവമാകും. 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെയധികം അഭിവൃദ്ധിപ്രദമായ സമയമാണ്. ഈ കാലഘട്ടത്തിൽ കുടുംബ ജീവിത വിജയം, തൊഴിൽ ഗുണം, വിവാഹാദി മംഗളകാര്യസിദ്ധി, സൽസന്താന പ്രാപ്തി, ബന്ധുപ്രീതി, ഗൃഹവാഹനാദി ഐശ്വര്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. 35 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം കുറച്ച് മോശപ്രദമാണ്. മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാവുന്ന സമയമാണ് ഈ പീരീഡ്. ബന്ധുജന വേർപാട്, കാര്യപരാജയം, സാമ്പത്തിക ക്ലേശം തുടങ്ങിയ ദോഷഫലങ്ങളും അനുഭവമാകും. 41 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം മെച്ചപ്രദമായ സമയമാണ്. 51 വയസ്സിന് ശേഷം സമാധാനപൂർണമായ ജീവിതം തുടരാൻ ശ്രദ്ധിക്കണം. ആയില്യം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ പൂരം, അത്തം, ചോതി എന്നീ നക്ഷത്രങ്ങളും കുംഭം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ അവിട്ടം, ചതയം, പൂരൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ആയില്യം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ശുക്രന്റെയും ചന്ദ്രന്റെയും രാഹുവിന്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം, വ്രതം, ജപം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണ്. ബുധനാഴ്ചയും ആയില്യം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ ആരംഭിക്കാവുന്നതാണ്.
നക്ഷത്രാധിപനായ ബുധന്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നല്ലതാണ്. രാശിയുടെ അധിപനായ ചന്ദ്രന്റെ പ്രീതിക്കായി സോമവാരവ്രതം അനുഷ്ഠിക്കുന്നതും ഗുണം ചെയ്യും. സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കും. ആയില്യം നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം നാഗമരമാണ്. കരിമ്പൂച്ചയാണ് മൃഗം. ചകോരം പക്ഷി. പുരുഷയോനി, അസുരഗണം, സർപ്പങ്ങളാണ് താരദേവത. ആയില്യം നക്ഷത്ര ജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായിരിക്കുന്ന നിറങ്ങൾ പച്ചയും വെള്ളയുമാണ്. അനുയോജ്യമായ രത്നം മരതകമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക.